ജസ്ന ഒരു മരീചികയൊന്നുമല്ല. ഈ പ്രപഞ്ചത്തിൽ എവിടെ അവർ ജീവിച്ചിരിക്കുകയോ മരിക്കുകയോ ഉണ്ടെങ്കിലും അവരെ CBI എന്നെങ്കിലും കണ്ടെത്തും. കാര്യം ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാണ് CBI. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, പിന്നെ എന്തിനാണ് CBI ഇപ്പോൾ അത് ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തതെന്ന്? അതൊരു സാങ്കേതികത്വമാണ്. ക്രൈംബ്രാഞ്ചിലും പോലീസിലും കേരള പോലീസിലൊക്കെ ചെയ്യുന്നതാണ്. ഒരു കേസ് വളരെ നാളുകളോളം അന്വേഷിക്കുമ്പോൾ അതിന് ഒരു കൃത്യമായിട്ടുള്ള ലീഡില്ലെങ്കിൽ താൽക്കാലികമായി ഞങ്ങളതൊരു ക്ലോഷർ റിപ്പോർട്ട് കൊടുത്ത് കോടതിയിൽ കൊടുക്കും. അപ്പം ഇതൊരു കണ്ണി പോകുന്ന പോലൊരു അന്വേഷണമാണ്. ആ കണ്ണിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ മിസ്സായാൽ അത് പിന്നെ അത് തെളിവുകൾ മാഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മറഞ്ഞു പോവുകയോ ചെയ്താൽ അത് കണ്ടെത്തേണ്ടത് പോലീസിൻ്റെ ഒരു ചലഞ്ചാണ്. ഇതിൽ കേരള പോലീസിനും അല്ലെങ്കിൽ മറ്റന്വേഷണ ഏജൻസികൾക്കും താൽക്കാലികമായിട്ടുള്ള ഒരു വിശ്രമമുണ്ടെങ്കിലും ഈ കേസ് തെളിയുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. 2018 മാർച്ച് 22 കാഞ്ഞിരപ്പള്ളി ST കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ ജസ്ന മരിയ ജെയിംസിനെ എരുമേലിയിൽ നിന്ന് കാണാതായി. വീട്ടിൽ നിന്നും മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്ക് പോകും വഴിയായിരുന്നു തിരോധാനം. കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അടക്കം കേരള പോലീസിന്റെ നിരവധി സംഘങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അന്വേഷണ പുരോഗതിയില്ലെന്ന് കാണിച്ച് ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസ് CBIക്ക് കൈമാറാൻ കോടതി ഉത്തരവിട്ടു. 2021 ഫെബ്രുവരിയിലായിരുന്നു കോടതി ഉത്തരവ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും അടക്കം 3 അന്വേഷണ ഏജൻസികൾ രാജ്യവ്യാപക പരിശോധനകൾ, സൈബർ ലോകത്തെ അരിച്ചുപെറുക്കൽ, എന്നിട്ടും 5 വർഷങ്ങൾക്കിപ്പുറവും ജസ്ന മരിയ ജെയിംസ് കാണാമറയത്താണ്. ജസ്നയെ കണ്ടെത്താൻ സാധിച്ചില്ലെന്നും കേസ് അവസാനിപ്പിക്കുകയാണെന്നും കാണിച്ച് തിരുവനന്തപുരം CBI കോടതിയിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചു. ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട പല കഥകളും പ്രചരിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥയായിരുന്നു തിരോധാനത്തിന് പിന്നിൽ മതതീവ്രവാദ സംഘങ്ങളാണ് എന്നുള്ളത്. ജസ്ന മതപരിവർത്തനം നടത്തിയെന്നുള്ളത്. എന്നാൽ ഇത്തരം കഥകളെല്ലാം CBI തള്ളുകയാണ്. കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നിരവധി മതപരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിച്ചു. തിരോധാനത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് പങ്കില്ല. അയൽ സംസ്ഥാനങ്ങളിലും മുംബൈയിലും അന്വേഷിച്ചു. ജസ്ന കോവിഡ് വാക്സിൻ പോലും എടുത്തിട്ടില്ല എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത അജ്ഞാത മൃതദേഹങ്ങൾ പരമാവധി പരിശോധിച്ചു. കേരളത്തിലെ ആത്മഹത്യ നടക്കാറുള്ള മേഖലകളെല്ലാം അന്വേഷിച്ചു. ഇപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് കോടതിയിൽ CBI നൽകിയിട്ടുള്ള റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. യെസ്, ജസ്ന എവിടെ എന്നുള്ള ചോദ്യം കേരള ജനത കഴിഞ്ഞ കാലങ്ങൾ 5 വർഷമായി ചോദിച്ചുകൊണ്ടിരുന്നതാണ്. പല കഥകളും ഇതേപ്പറ്റി നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ടായി. പക്ഷേ ജസ്ന കാണാമറയത്ത് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം തീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ല. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് തീവ്രവാദ സംഘടനകൾക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പറയുന്നത് ദേശീയ അന്വേഷണ ഏജൻസി കൂടിയാണ് എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതായത് അജ്ഞാത മൃതദേഹങ്ങളടക്കം ഒരുപാട് പരിശോധനകൾ കേരളത്തിനകത്തും പുറത്തും ധാരാളം പരിശോധനകൾ നടത്തി. അവിടെയൊന്നും ജസ്ന മരിച്ചതായി യാതൊരുവിധ തെളിവുകളുമില്ല എന്നാണ് CBI സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഈ ആത്മഹത്യാ പോയിന്റുകൾ ധാരാളം ഉണ്ട്. കേരളത്തിന് പുറത്തുമുണ്ട്. അവിടെയൊക്കെ വ്യാപകമായി തെരച്ചിൽ നടത്തി. പക്ഷേ ഒരു തുമ്പ് പോലും ജസ്നയെക്കുറിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം ജസ്നയുടെ സുഹൃത്തിൻ്റെയും പിതാവിൻ്റെയും ബ്രെയിൻ മാപ്പിംഗ് നടത്തി. അങ്ങനെയുള്ള പരിശോധനകൾ നടത്തിയിട്ട് പോലും അതിനെക്കുറിച്ച് യാതൊരുവിധ തുമ്പുകളും കിട്ടിയിട്ടില്ല എന്നുകൂടി CBI പറയുന്നുണ്ട്. ജസ്നയ്ക്ക് അധികം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം സുഹൃത്തുക്കളുമൊക്കെയായി ചോദിച്ചാൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾക്ക് നമ്മളെപ്പറ്റി നല്ല ധാരണയുണ്ടാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അന്വേഷണം നടത്താൻ പോലും ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല ജസ്നയ്ക്ക്. ഉള്ള സുഹൃത്തുക്കൾക്ക് ഒട്ടും ഒരു വിവരവുമില്ല എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഒപ്പം കീബോർഡുള്ള ഫോണാണ് ജസ്ന ഉപയോഗിച്ചിരുന്നത്. 2018 അപ്പോൾ അതിൽ ഇന്റർനെറ്റ് ആക്സസ് സംവിധാനങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല ഫോൺ ജസ്ന കൊണ്ടുപോയിരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള അന്വേഷണം, സമൂഹ മാധ്യമങ്ങളൊന്നും ജസ്ന സജീവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വിധത്തിലുള്ള അന്വേഷണം നടത്താൻ സാധിച്ചിട്ടില്ല എന്നും CBI പറയുന്നുണ്ട്. ഒപ്പം സമീപ ജില്ലകളിലും ഇതര സംസ്ഥാനങ്ങളിലും വ്യാപകമായി പരിശോധന നടത്തി.
മുംബൈ അടക്കം ഉള്ള സ്ഥലങ്ങളിൽ വളരെ വിശദമായ പരിശോധന അന്വേഷണ സംഘം, അത് CBI മാത്രമല്ല കേരള പോലീസ് അന്വേഷിച്ചു, വളരെ വ്യാപകമായി തെരച്ചിൽ നടത്തി, ക്രൈംബ്രാഞ്ച് വളരെ വിശദമായ തെരച്ചിൽ നടത്തി. പക്ഷേ അപ്പോഴൊന്നും പല മേഖലകളിൽ അന്വേഷിച്ചിട്ടും ജസ്നയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലോവർ പെരിയാർ ഡാമിൻ്റെ പരിസരത്ത് തെരച്ചിൽ നടത്തി. ആ സമയത്ത് തെരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ വഴിയും വാർത്തയിലൂടെയും ഒക്കെ കണ്ടതാണ്. ഒപ്പം ഇന്റർപോളിൻ്റെ സഹായത്തോടെ യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചു. അതായത് മറ്റ് രാജ്യങ്ങളിലൊക്കെ അടക്കം പോയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള തെരച്ചിൽ വളരെ വ്യാപകമായി തന്നെ 119 രാജ്യങ്ങളാണ് യെല്ലോ നോട്ടീസ് പുറപ്പെടുവിച്ചത്. അങ്ങനെ ഇന്റർപോളിൻ്റെ വരെ സഹായം തേടി എന്നുള്ള കാര്യമാണ് CBI സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി ഈ വാർത്ത സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഹരി മോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ചോദ്യങ്ങൾ അവശേഷിപ്പിച്ച് കടന്നുപോയ ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തിന് 6 വയസ്സാവുകയാണ്. ഇതിനിടയ്ക്ക് പലരും വന്നുപോയി. ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പ്രത്യേക അന്വേഷണ സംഘമുണ്ടായി, അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. 2.5 വർഷം മുമ്പ് CBIയും അന്വേഷണം ഏറ്റെടുത്തു. എല്ലാവരും കൈമലർത്തുകയാണ്. ഒടുവിൽ CBIയും കോടതിയിൽ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ള അടിസ്ഥാന ചോദ്യങ്ങൾക്ക് പോലും ഉത്തരമില്ലാതെയാണ് തിരുവനന്തപുരം CJM കോടതിയിൽ CBI റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ നിർണായകമായ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ വേണ്ടി CBI ശ്രമിച്ചിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ജസ്നയെ ചുറ്റിപ്പറ്റി നിന്നിരുന്നു. അതിലൊന്ന് മതപരിവർത്തനമായിരുന്നു. ആ മതപരിവർത്തനം നടന്നിട്ടില്ല, അല്ലെങ്കിൽ നടന്നു എന്നതിന് തെളിവില്ല എന്നുള്ളതിനെക്കുറിച്ച് CBI വളരെ കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ച് നടത്തിയ ചില കണ്ടെത്തലുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് CBI ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജസ്ന ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിരുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു, തമിഴ്നാട് അടക്കം, ബാംഗ്ലൂർ മെട്രോ അടക്കം. പക്ഷേ ഇവിടങ്ങളിലെല്ലാം തന്നെ CBI പരിശോധന നടത്തി. ജസ്ന വന്നുപോയതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇവിടെ നിന്ന് ലഭിച്ചില്ല. ഇനി മരിച്ചോ എന്നുള്ളൊരു സംശയത്തിൻ്റെ പേരിൽ 2018 ജസ്ന കാണാതായതിനു ശേഷം രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അജ്ഞാത മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും CBI പരിശോധിച്ചു. ഇവയിൽ ഒന്നും തന്നെ ജസ്നയുടേതായിരുന്നില്ല. എന്തിന്, നാട്ടിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ആത്മഹത്യാ മുനമ്പുകൾ, സൂയിസൈഡ് പോയിന്റുകൾ പോലും അവർ പരിശോധിച്ചു. അവിടെ നിന്നൊന്നും തെളിവുകൾ കണ്ടെത്താൻ CBIക്ക് സാധിച്ചില്ല. ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ജസ്നയുടെ പിതാവ് തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. അതായത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്. അതേറെക്കുറെ സത്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആദ്യം കേസ് അന്വേഷിച്ചത് വെച്ചുച്ചിറ പോലീസാണ്. അതായത് എരുമേലി പോലീസിനാണ് ആദ്യം ഇവർ പരാതി നൽകുന്നത്. പക്ഷെ വെച്ചുച്ചിറ പോലീസിനെ സമീപിക്കാൻ വേണ്ടി അവർ നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് വെച്ചുച്ചിറ പോലീസിനെ ഈ പെൺകുട്ടിയുടെ കുടുംബം സമീപിക്കുകയായിരുന്നു. അവർ കേസെടുത്തു. കേസെടുത്തതിൻ്റെ 8ാം ദിവസം മാത്രമാണ് ജസ്നയുടെ പിതാവ് ജെയിംസിന്റെ മൊഴി പോലും രേഖപ്പെടുത്താൻ ലോക്കൽ പോലീസ് തയ്യാറായത് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പിഴവായി കാണേണ്ടുന്ന ഒരു വസ്തുത. കാരണം ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് 48 മണിക്കൂറാണ് ഏത് കേസിലും. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു മിസ്സിംഗ് കേസ് ആകുമ്പോൾ ആദ്യത്തെ 48 മണിക്കൂറിനുള്ളിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിലവിലിരിക്കെ 8ാം ദിവസം മാത്രം മൊഴി രേഖപ്പെടുത്തുന്ന നിലയിലേക്ക് എന്തായിരുന്നു പോലീസിന് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അത്തരത്തിൽ ലാഘവത്തോടെ പോലീസ് ആ കേസിനെ ഏറ്റെടുക്കാൻ തയ്യാറായത് എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോക്കൽ പോലീസ് കാണിച്ച ഈ ലാഘവത്വം തന്നെയാണ് കേസിനെ ഒരു പടിയെങ്കിലും പുറകോട്ട് വലിക്കാൻ കാരണമായത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇതിൽ CBI അന്വേഷണം ഏറ്റെടുത്ത ശേഷമാണ് കുറേയൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ടി, അതായത് അന്വേഷണത്തിൻ്റെ ഘട്ടം രാജ്യത്തിന് പുറത്തേക്ക് വരെ പോകാൻ വേണ്ടി കാരണമായത്. അതായത് ഇന്റർപോളിനെ സമീപിക്കുന്നു, ആദ്യം ലുക്കൌട്ട് നോട്ടീസ് പുറത്തെടുക്കുന്നു, അതിനുശേഷം യെല്ലോ നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. 191 രാജ്യങ്ങളിലാണ് ഈ നോട്ടീസ് നിൽക്കുന്നത്. പക്ഷേ രാജ്യത്തിന് പുറത്തല്ല ഒരിടത്തും തന്നെ ജസ്നയുടെ സാന്നിധ്യം ഉണ്ടായതായി CBIക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. എന്തായാലും ഇനി ബാക്കിയുള്ളത് കോടതിയുടെ സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. അത് ഈ 19-ാം തീയതി നടക്കും. അതായത് ഈ റിപ്പോർട്ട് കോടതി പരിഗണിക്കും. ജസ്നയുടെ പിതാവിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തടസ്സവാദമുണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ അന്വേഷണം അവസാനിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ മറിച്ചൊന്ന് ചിന്തിക്കാൻ കോടതിയെ പ്രേരിപ്പിക്കുക. അല്ലാത്ത പക്ഷം ജസ്ന എവിടെയെന്ന ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് ആ അന്വേഷണം അവസാനിക്കുക തന്നെ ചെയ്യും. റിപ്പോർട്ട് അംഗീകരിക്കപ്പെടും.